ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ AF എന്ന ഫാൻ മാങ്കയുടെ പാർട്ട് 7 ആണ്. സിറ്റുവേഷൻ കുറച്ച് മോശമായത് കൊണ്ടാണ് വിചാരിച്ചതുപോലെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ മാതരയുടെ പാർട്ട് 2 ചെയ്യാനുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഗോട്ടെങ്സ് ആൻഡ് ഊബ് ചേർന്ന് ആ ഒരു ഫ്യൂഷൻ ചെയ്ത മാർബിളിനെ ഡിഫീറ്റ് ചെയ്തതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കാമി പ്ലേസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ട്രങ്ക്സ് പറയും നമ്മൾ മാർബിളിന്റെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്യൂഷൻ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയി പോയി. അതും നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. ഇതൊന്നും കൊണ്ട് ഇനി വരാനിരിക്കുന്ന ആൾക്കാരെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല, ഇനിയും ശക്തനാകണം എന്ന് പറഞ്ഞ് ഗോട്ടനും ട്രങ്ക്സും പിന്നെയും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതേ സമയം ഊബാണെങ്കിൽ ഞാൻ പോലും അറിയാതെ എന്റെ ഉള്ളിൽ നിന്നും അത്രയധികം കീ എനർജിയാണ് പുറത്തു വന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പുള്ളിക്കാരൻ ഇരുന്ന് അങ്ങ് ആലോചിക്കുകയാണ്. ഇനി മറ്റൊരു ഭാഗത്ത് സുപ്രീം കായുടെ പ്ലാനറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോഹാൻ ആൻഡ് വെജീറ്റ രണ്ടുപേരുടെയും വാലൊക്കെ വളർന്നു വലുതായി. ഇനി അടുത്ത ട്രെയിനിങ് തുടങ്ങാം, നിങ്ങൾ ആദ്യം സൂപ്പർ സൈയൻ ഫോമിലേക്ക് മാറി എന്ന് നമ്മുടെ ഓൾഡ് ഗായ് പറയുന്നു. എന്നാൽ വെജീറ്റ ആണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ സൂപ്പർ സൈയൻ 4ലേക്ക് മാറുന്നു. ഇത് കാണുന്ന ഗോഹാനും ഷോക്ക് ആകുന്നു. വെജീറ്റ പറയും എനിക്ക് ആ ഒരു വാൽ വന്ന ഉടൻ തന്നെ സൂപ്പർ സൈയൻ 4ലേക്ക് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ള ആ ഒരു ട്രിക്ക് എനിക്ക് മനസ്സിലായി. അങ്ങനെ സുപ്രീം ഗായ് പറയും കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ട്രെയിനിങ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഗോഹാൻ, നീ സൂപ്പർ സൈയൻ 4ൽ മാറാനുള്ള ട്രെയിനിങ് എടുക്ക്. അതുപോലെ വെജീറ്റ ആണെങ്കിൽ ഇനി ഇമോഷൻ കൺട്രോൾ ചെയ്യുന്ന ട്രെയിനിങ്ങും എടുക്ക് എന്ന് പറയും. എന്നാൽ നമ്മുടെ വെജീറ്റയ്ക്ക് ഇമോഷൻ കൺട്രോൾ ട്രെയിനിങ് എന്താണെന്ന് മനസ്സിലാകില്ല. ഓൾഡ് ഗായ് പറയും സൂപ്പർ സൈയൻ 5ൽ മാറാൻ ഇമോഷൻ കൺട്രോൾ ചെയ്യണം, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സുപ്രീം ഗായ് കറക്റ്റ് ആയി പറഞ്ഞു കൊടുക്കുന്നു. ഇൻ കേസ് ഈ ഒരു ട്രെയിനിങ്ങിൽ നീ സൂപ്പർ സൈയൻ 5 ആയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിനക്ക് സൂപ്പർ സൈയൻ 5ൽ മാറാൻ കഴിയില്ല എന്നും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ഓൾഡ് ഗായ് പറയും എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് വെജീറ്റ. അങ്ങനെ ഓൾഡ് ഗായ് പറയാൻ തുടങ്ങും ഡിവൈൻ അവേക്കിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞ് നമ്മുടെ വെജീറ്റയുടെ മുകളിൽ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ വെജീറ്റയുടെ നെറ്റിയിൽ കൊണ്ടയുടൻ തന്നെ ബാക്കിയുള്ള എല്ലാവരും ഷോക്കാകുന്നു. അപ്പോൾ പെട്ടെന്നതാ വെജീറ്റ അവിടെ നിന്നും അലറാൻ തുടങ്ങുന്നു. അങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്ന വെജീറ്റ ആണെങ്കിൽ പെട്ടെന്നതാ ചിരിക്കുന്നു. ഇത് കാണുന്ന ഗോഹാനാണെങ്കിൽ വെജീറ്റ വെറുതെ അങ്ങനെ ചിരിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കതാ പിന്നെ നമ്മുടെ വെജീറ്റ ആണെങ്കിൽ കരയാൻ വേണ്ടി തുടങ്ങുന്നു. ഇതൊക്കെ കാണുന്ന ഗോഹാനെ ഒന്നും തന്നെ മനസ്സിലാകില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ കിബിറ്റോ ഷിൻ ഗോഹാനോട് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഇവിടെ വെജീറ്റയുടെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കരയും, ചിരിക്കും, അലറും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ സമയത്തിനുള്ളിൽ വെജീറ്റ ഇത് കൺട്രോൾ ചെയ്ത് സൂപ്പർ സൈയൻ 5ലേക്ക് മാറണം. ഇത് കുറെ സമയം കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെജീറ്റയുടെ ബ്രെയിൻ ഡാമേജ് ആകാൻ തന്നെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കാണുന്ന ഗോഹാനാണെങ്കിൽ എന്നാൽ ഞാനും വെറുതെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗോഹാനും ഒരു സൈഡിൽ നിന്ന് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് സ്റ്റാർ ഡ്രാഗൺ ബോൾ ഇല്ലേ, അത് പതിയെ ക്രാക്ക് ആകാൻ വേണ്ടി തുടങ്ങും. മുൻപുള്ള പാർട്ടിലൊക്കെ ഈ ഒരു ബ്ലാക്ക് സ്റ്റാർ ഡ്രാഗൺ ബോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇതിന്റെ അകത്താണ് നമ്മുടെ ഗോകുവും ഈവൽ ഡ്രാഗൺസ് ഒക്കെ ഉള്ളത്. ഇത് സെൻസ് ചെയ്ത ഡെൻഡെ ആണെങ്കിൽ അവിടെ എത്തി നോക്കുമ്പോഴതാ ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ ഉള്ളിൽ നിന്നും വെളിച്ചം വരാൻ വേണ്ടി തുടങ്ങും. അതേസമയം പോപ്പോ അവിടെ എത്തി ഡെൻഡയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഡെൻഡെ പറയും എത്രയും പെട്ടെന്ന് ഗോഹാനും വെജീറ്റയും ഇവിടെ എത്തണം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ സുപ്രീം കായുടെ പ്ലാനറ്റ് കാണിക്കുന്നു. ഇവിടെ ഗോഹാൻ ആൻഡ് വെജീറ്റ രണ്ടുപേരും ട്രെയിനിങ് ചെയ്യുകയാണ്. വെജീറ്റ ആണെങ്കിൽ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് വെജീറ്റ കേക്കറോട്ട് എന്ന അലറി ഗോകുവിനെ ഓർത്ത് പറയാൻ വേണ്ടി തുടങ്ങും നീ എന്നേക്കാൾ മികച്ചവനാണ്, എനിക്കൊരിക്കലും നിന്നേക്കാൾ മുകളിൽ എത്താൻ കഴിയുന്നില്ല, ഞാൻ ചെയ്യാത്ത പല സംഭവങ്ങളും നീ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ദേഷ്യം മുഴുവൻ കൺട്രോൾ ചെയ്ത് വെജീറ്റയുടെ ആ ഒരു കീ എനർജി മുഴുവനായും പുറത്തെടുക്കുന്നു. ഈ സമയത്ത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ആ ഒരു സുപ്രീം കായുടെ പ്ലാനറ്റിൽ ഉണ്ടാവുന്നത്. കിബിറ്റോ ഷിൻ ആൻഡ് ഗോഹാൻ രണ്ടുപേരും ഷോക്കായി പുറകിലോട്ട് അങ്ങ് നീങ്ങിപ്പോകുന്നു. ഓൾഡ് ഗായൊക്കെ പറന്നു പോവുകയാണ് ഇവിടെ. അങ്ങനെ ഫൈനലി ഇവിടെ വെജീറ്റയെ നോക്കിക്കഴിഞ്ഞാൽ വെജീറ്റ സൂപ്പർ സൈയൻ 5ൽ മാറി. പറയാതിരിക്കാൻ വയ്യ, കണ്ടതിൽ വെച്ച് വെജീറ്റയുടെ ഭീകരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ബോഡി മുഴുവനായും ഒരു വൈറ്റ് ഹെയർ ആയി മാറി സൈഡിൽ ആ ഒരു റെഡ് ലൈറ്റ്നിങ് ഒക്കെ വെച്ച് ഒരു കിടുക്കച്ച് ട്രാൻസ്ഫോർമേഷൻ. വെജീറ്റയുടെ ഈ ഒരു പവർ സെൻസ് ചെയ്താണെങ്കിൽ നമ്മുടെ എർത്തിലുള്ള ഡെൻഡെ, ഗോട്ടൻ, ട്രങ്ക്സ്, ഊബ് ഇവരെല്ലാവരും ഇത് സെൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രങ്ക്സ് തന്നെ ഷോക്കായി പോകുന്നു, ഇത് ഫാദറിന്റെ കീ ആണോ? ഈ സമയം ഗോട്ടൻ പറയും അപ്പോൾ ഇതാണല്ലേ സൂപ്പർ സൈയൻ 5. ഈ സമയം കിബിറ്റോ ഷിൻ ആണെങ്കിൽ നമ്മുടെ വെജീറ്റയോട് വെൽഡൺ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വെജീറ്റ ആണെങ്കിൽ ബേസ് ഫോമിൽ മാറി കിതക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഈ സമയം ഗോഹാൻ ആണെങ്കിൽ വെജീറ്റയുടെ അടുത്തെത്തി നീ ഇത്രയും സമയം കൊണ്ട് സൂപ്പർ സൈയൻ 5ൽ മാറിയല്ലേ. അങ്ങനെ ഇത് കേട്ട് വെജീറ്റ ആണെങ്കിൽ ഇതൊന്നും വലിയ സംഭവമല്ല, ഞാനിപ്പോൾ സൂപ്പർ സൈയൻ 5ൽ വരെ മാറി, നീ ഇപ്പോൾ സൂപ്പർ സൈയൻ 4 പോലും എത്തിയില്ല എന്ന് ഗോഹാനോട് തിരിച്ചു പറയുന്നു. അങ്ങനെ ഗോഹാനും മനസ്സിലാകും ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ ഐസയുടെ കൂടെ ഫൈറ്റ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് എന്റെ പവർ മുഴുവൻ പുറത്തേക്ക് വന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഈ സമയമാണ് നമ്മുടെ വെജീറ്റ പറയുന്നത് നിനക്കിപ്പോൾ വാല് വന്നത് മറന്നുപോയോ, ആ ഒരു വാലിൽ നിന്നുള്ള പവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഈസിയായി സൂപ്പർ സൈയൻ 4ൽ മാറാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഗോഹാന് വാലിന്റെ കാര്യം മനസ്സിലായി, ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ
പിന്നെയും നമ്മുടെ ഗോഹാൻ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങുന്നു. ഇനി ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡെൻഡയെ നോക്കിക്കഴിഞ്ഞാൽ ഡെൻഡെ ടെലിപ്പതി വെച്ച് നമ്മുടെ ഓൾഡ് ഗായോട് പറയാൻ തുടങ്ങും എന്തോ ഒന്ന് തെറ്റായി സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ അകത്ത് നിന്നും ഗോകുവിന് ഈവിൾ ഡ്രാഗൺസിന്റെ ഇടയിൽ നിന്നും ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന വെജിറ്റയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഓൾഡ് ഗായ് ഷോക്കായി പോകുന്നു. ഡെൻഡെ പറയും 3 വർഷമായി നമ്മുടെ ഗോകു ഈവിൾ ഡ്രാഗൺസിന്റെ കൂടെ ഡ്രാഗൺ ബോൾസിന്റെ ഉള്ളിൽ നിന്നും ഫൈറ്റ് ചെയ്യുകയാണ്. അതായത് ഡ്രാഗൺ ബോൾസിന്റെ ഈവിൾ എനർജിയെ ഗോകുവിന്റെ പോസിറ്റീവ് എനർജി വെച്ച് തടഞ്ഞു നിർത്തുകയാണ്. എന്നാൽ ഇപ്പോൾ ഗോകുവിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി കൂടിപ്പോയാൽ 3 ദിവസം അതിനുള്ളിൽ ആ ഒരു ഡ്രാഗൺ ബോൾസിന്റെ ഉള്ളിൽ നിന്നും ഈവിൾ ഡ്രാഗൺസ് പുറത്തു വരും. അങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോകുവിനെയും രക്ഷിക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് എർത്തിലേക്ക് വരണമെന്നും ഡെൻഡെ പറയുന്നു. ഇത് കേട്ട് ഓൾഡ് ഗായ് ആണെങ്കിൽ ഗോഹാനോട് പറയും നീ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ സൂപ്പർ സൈൻ 5 മാറണം. എന്നാൽ മാത്രമേ ഈവിൾ ഡ്രാഗൺസിനെ നിനക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ നിന്നെ നോക്കിക്കഴിഞ്ഞാൽ നീ സൂപ്പർ സൈൻ 4 പോലും കംപ്ലീറ്റ് ചെയ്തില്ല. ഈ സമയം ഗോഹാൻ ആണെങ്കിൽ പതിയെ കണ്ണടച്ചു തന്റെ വാലിലുള്ള ആ ഒരു എനർജിയെ മുഴുവനായും അവൈക്കൻ ചെയ്ത് പതിയെ സ്ക്രീം ചെയ്ത് നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ സൂപ്പർ സൈൻ 4ലേക്ക് മാറുന്നു. ഇത് കാണുന്ന വെജിറ്റയും പെട്ടെന്ന് തന്നെ ഇംപ്രസ് ആകുന്നു. ഓൾഡ് ഗായ് പറയും ഇനി ഒട്ടും സമയമില്ല, വെജിറ്റയ്ക്ക് യൂസ് ചെയ്ത ആ ഒരു സ്പെല്ല് ഇനി നിനക്കും യൂസ് ചെയ്യും. അങ്ങനെ ആ ഒരു സ്പെല്ലെടുത്ത് നമ്മുടെ ഗോഹാന്റെ നേരെ സ്ട്രൈക്ക് ചെയ്യുന്നു. വെജിറ്റയ്ക്ക് എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് ഗോഹാനും ഇവിടെ സംഭവിക്കുന്നത്. ഗോഹാൻ പതിയെ ചിരിക്കുന്നു, പിന്നീട് അലറുന്നു. ഈ സമയം ഗോഹാൻ ആണെങ്കിൽ തന്റെ ഇമോഷൻസ് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഗോട്ടൻ ആൻഡ് ട്രങ്ക്സ് ഊബൊക്കെ ഇനി വൈകാതെ തന്നെ ഈവിൾ ഡ്രാഗൺസ് പുറത്തു വരുമെന്ന കാര്യം ഇവരും മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഇവിടെ ഗോഹാനെ നോക്കിക്കഴിഞ്ഞാൽ ഗോഹാൻ ഇങ്ങനെ ഒരുപാട് തവണ തന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. കിബിറ്റോഷിൻ പറയും ഓൾറെഡി 24 മണിക്കൂറായി, നീ പെട്ടെന്ന് തന്നെ സൂപ്പർ സൈൻ 5 മാറി ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ ഗോഹാനോട് കിബിറ്റോഷിൻ പറയാൻ വേണ്ടി തുടങ്ങും. ഇത് കേട്ട് നമ്മുടെ വെജിറ്റ ആണെങ്കിൽ അവന്റെ പൊട്ടൻഷ്യൽ വെച്ച് അവൻ എന്തായാലും ഇത് മാറാൻ സാധിക്കും, വെയിറ്റ് ചെയ്യുന്ന കിബിറ്റോഷിനോട് പറയുന്നു. ഈ സമയം ഗോഹാൻ ആണെങ്കിൽ തന്റെ മനസ്സിൽ ആ ഒരു ഐസെ പാനിനെ കൊന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഓർക്കുന്നു. ഗോഹാൻ മനസ്സിൽ പറയും പാൻ സോറി, നിന്റെ ഫാദറായിട്ട് പോലും എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ സമയത്ത് വീക്കായതുകൊണ്ടാണ് എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയാതെ വന്നത്. എന്നാൽ ഞാൻ നിന്നെ എന്തായാലും തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗോഹാൻ ഒന്ന് സ്ട്രൈക്കായി സ്ക്രീം ചെയ്ത് പതിയെ സൂപ്പർ സൈൻ 5ലേക്ക് മാറുന്നു. അങ്ങനെ ഇവിടെ ഗോഹാൻ ആൻഡ് വെജിറ്റ രണ്ടുപേരും സൂപ്പർ സൈൻ 5ലായി. അതിനുശേഷം എല്ലാവരും നമ്മുടെ കാമി പ്ലേസിലെത്തി ആ ഒരു ബ്ലാക്ക് സ്റ്റാർ ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യുന്നു. അതിൽ നിന്ന് ആ ഒരു ഷെൻഡ്രോണും പുറത്തു വരുന്നു. അതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.